ആരെങ്കിലും നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, ആം അമൃത, ആർഷതി, ദേവിക. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് റിയൽ വേഴ്സസ് റിയാലിറ്റി. നമ്മൾ റീലിൽ കണ്ട് കുറച്ച് എക്സ്പെക്ടേഷൻ അത് അല്ലേ സെറ്റ് ചെയ്തു, പക്ഷെ അത് റിയാലിറ്റിയിൽ നടത്താൻ പറ്റുന്നുണ്ടോ, ഓർ ഈസ് ഇറ്റ് പോസിബിൾ റിയാലിറ്റിയിൽ നടത്താൻ? അതല്ലെങ്കിൽ റീൽ കാണുന്നതെല്ലാം റിയാലിറ്റി ആണോ? അല്ല അല്ല, മറ്റേ ഏഷ്യാനെറ്റിന്റെ സിമ്പിൾ പോലെ റിയാലിറ്റി ആണ്. അടുത്ത സ്ക്രീൻ കട്ട് ദേവട്ടി എന്നോ നമ്മളിന്ന് പറയാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. വേ ടു മച്ച് എക്സ്പെക്ടേഷൻസ് ഫ്രം ടുഡേസ് ജനറേഷൻ. അതെ, നമ്മൾ മറ്റേ റീൽസിലൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് കാണിച്ചു തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ബോഡി പോസിറ്റിവിറ്റി ആയാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിളിക്കണോ, ആരും ആവാം, സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ആവാം. ശരി, റീൽസിൽ നമ്മൾ എന്ത് കാണുന്നു അതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന കുറെ മനുഷ്യര് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ റീസെന്റ് ഇഷ്യൂ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വാട്ട് എവർ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ലൈക്ക് പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ അവരൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു എന്ന് വെക്കുക, ഒരു എ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇന്ന് പ്രൊമോട്ട് ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ ബി കമ്പനിയുടെ വേറെ വീഡിയോ പ്രൊമോട്ട് ചെയ്യും. അതെല്ലാം അവർ ഒറ്റ ഷോർട്ട് സ്പാനിൽ തന്നെ ആയിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഇവരെ ട്രസ്റ്റ് ചെയ്യുന്ന ഇവർക്ക് കുറച്ച് ഓഡിയൻസ് കാണുമല്ലോ, അവരെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തോ ഇവർക്ക് വന്ന ചേഞ്ചസ് ഇതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ പുറകെ പോകും. പക്ഷേ ഏറ്റവും കോമഡി എന്താണെന്ന് അറിയാമോ, ഞാനൊരു റീൽ കണ്ടു, സൺസ്ക്രീൻ്റെ റീലാണ്. കമ്പനി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു കണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ ഞാൻ ഇന്ന് 3 സൺസ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കാം, 2 ഒട്ടിച്ച് 3 സെക്ഷൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ലൈക്ക് ഹൈ എൻഡ് ബ്രാൻഡ് സംതിങ്, ഇവിടെ വേറൊരു ലോ എൻഡ് ബ്രാൻഡ്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡ് നടക്കിട്ടു. എന്നിട്ട് പിന്നെ പറഞ്ഞ ആഫ്റ്റർ സം ആസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുവാണ്. കണ്ടോ ഗൈസ്, കാണുന്നുണ്ടോ ഈ നടുക്കത്തെ കണ്ടോ, എന്ത് കവറേജ് ആയിരുന്നു നോക്കാം. ബാക്കിയുള്ളത് ഇവിടെ കണ്ടോ, ഹൈ എൻഡ് ബ്രാൻഡിൽ കുറച്ചായിട്ടുണ്ട്, ലോ എൻഡ് ബ്രാൻഡിൽ ഒട്ടുമില്ല, ഫുള്ള് കറുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് കാണിക്കാം. ക്യാമറ നോക്കുമ്പം ആ സെലോ ടേപ്പിന്റെ അടിയിൽ സെലോ ടേപ്പിന്റെ പുറത്ത് കരി തേച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ കമന്റ് സെക്ഷൻ, അയ്യോ എന്താണ് സൺസ്ക്രീൻ പുരട്ടി സെലോ ടേപ്പിനെ കൂടെ കരിഞ്ഞു പോയി പറഞ്ഞിട്ട് ഓണസ്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പ് ചാറ്റ് ഒക്കെ വരുമ്പോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും റീൽ ഉണ്ടെങ്കിൽ അയച്ചിട്ട് കമന്റ് സെക്ഷൻ നോക്ക, റീൽ കമന്റ് സെക്ഷൻ എന്തൊക്കെ പറയാ, കൊന്നവനെ കുഴിമാന്തി ഒന്നുകൂടെ കൊല്ലുവാണ്. റീസെന്റ് കമന്റ് സെക്ഷൻ പീപ്പിളിന്റെ ട്രോളിംഗ് എബിലിറ്റി വീക്കാണ്. നമ്മള് വഴിതെറ്റി പോകുന്നു പറഞ്ഞിട്ട് ആ ബ്യൂട്ടി പ്രൊമോഷൻസ് അത് അത്രയും ട്രസ്റ്റ് വർത്തി ഓഡിയൻസ് അവരുള്ളതുകൊണ്ടാണല്ലോ പ്രൊമോഷൻസിന്റെ ബ്രാൻഡ് അവരെ സമീപിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം മാത്രല്ല, പണ്ട് മുതൽ ഇപ്പൊ നമ്മൾ കൂടുതൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്നെ കാണുന്നെങ്കിലും പണ്ട് സെലിബ്രിറ്റീസ് വലിയ വലിയ സിനിമാ നടന്മാര് ചെയ്യുന്ന സംഭവങ്ങൾ പ്രോഡക്ട്സ് എടുത്തിട്ട് എന്താണ് അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്. പക്ഷെ ഒരു കാര്യം അല്ല, അവരെടുക്കുന്ന പ്രോഡക്ട്സ് അവർ യൂസ് ചെയ്യുന്നു അവിടുന്ന് ക്ലെയിം ചെയ്യുന്നില്ല. ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതല്ല ചെയ്യുന്നത്. ഞാൻ ഇത് 3 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നു, എന്റെ ഫേസിൽ അല്ലെങ്കിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടായി അങ്ങനെ പറയുന്നു. സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ലൈക്ക് പരസ്യത്തില് മാസികയുടെ പരസ്യത്തില് വെച്ചോണ്ടിരിക്കും, എന്നിട്ട് കാണിക്കും. എന്നിട്ട് അന്നത്തെ ഇന്റർവ്യൂ തന്നെ പറയും ഷുഗർ ഫ്രീ ഫ്രം ലൈക്ക് 6-7 years, അതാണ് എന്റെ ബോഡി കീപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ കൂടുതൽ ആളുകളിൽ എത്തുന്നത് ഈ ഇന്റർവ്യൂ അല്ല, ഈ ആഡ് ആയിരിക്കും. അപ്പൊ കൂടുതൽ ആളുകൾ കാണുന്നത് ബേസിക്കലി അതാണ് മാർക്കറ്റിംഗ്. കാരണം അതായത് ഒരുപാട് പേര് എന്താണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെ ആളുകൾ ഫോളോ ചെയ്യുമെന്ന് അറിയാം, അത് യൂസ് ചെയ്തിട്ട് സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അവരിങ്ങനെ അല്ലാത്ത ഇതുപോലെ ട്രസ്റ്റബിൾ അല്ലാത്ത, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല ഭയങ്കര വലിയ ആക്ടേഴ്സും ബോളിവുഡ് ആക്ടേഴ്സ് ആയാലും ഈ ആൽക്കഹോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനൊരു ഇന്റർവ്യൂവിൽ അത് ഒരു സ്നിപ്പെറ്റ് പോലെ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു വലിയ ചാനലിന്റെ ആള് മറ്റേ ഒരു സ്ട്രീറ്റ് ഇതുപോലെ ഇന്റർവ്യൂ അല്ല, അതായത് ഇങ്ങനെ സ്ട്രീറ്റിൽ നടന്നിട്ട് ഓരോ സംഭവങ്ങൾ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ അതിലിങ്ങനെ ഒരു കുഞ്ഞുകുട്ടി, അത് ലേറ്റ് ടീനേജ്
ടീനേജ് പാസ്സായിട്ടില്ല കുട്ടി. അത് ഏത് ഒരു എന്താണ് അത്രയും നല്ല ഒരു സ്ഥലമല്ല, അതായത് വെൽ ഓഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, കുറച്ച് സ്ലം പോലത്തെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ചെക്കൻ ഇങ്ങനെ ഇതൊക്കെ പാക്ക് പോലെ അങ്ങനെ എന്തോ അത് കഴിച്ചിട്ട് എന്താണ് വല്ലാതെ ഇത് പല്ലൊക്കെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറ്റി. അപ്പൊ ഈ പുള്ളിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഈ പുള്ളി നിൽക്കുമ്പോ തന്നെ എന്തോ പൊട്ടിച്ച് കഴിക്കുക അങ്ങനെ എന്തോ ചെയ്യും, കറക്റ്റ് ആയിട്ട് സെനറി ഓർമ്മയില്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കും, നീ ഇങ്ങനെ എന്തിനാ കഴിക്കുന്നത്, നിനക്ക് എത്ര വയസ്സായി, എന്തിനാ നീ ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഒരു ആക്ടറിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട്, അയാൾ ഈ പരസ്യത്തിൽ കഴിക്കുന്നുണ്ടല്ലോ, അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം അതിനുള്ള അവയർനെസ്, അതായത് ഇത് ശരിയല്ല അല്ലെങ്കിൽ ഒരു നല്ല കാര്യമല്ല എന്നുള്ളൊരു അവയർനെസ് ആ കുട്ടിക്കില്ല. ഓക്കെ, അങ്ങനെ ഇല്ലാത്ത പക്ഷം പക്ഷേ ഈ ഒരു ഇൻസിഡൻസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, സോനം കപൂറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഷി വാസ് ലൈക്ക്, ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ എൻ്റെ ബോഡി എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എൻ്റെ ബോഡിയിൽ നിറയെ സ്കാർസ് ഉണ്ട്, സ്ട്രെച്ച് മാർക്സ് ഉണ്ട്, ആക്നെ സ്കാർസ് ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഫുൾ മേക്കപ്പ് ആണ്, എത്രയോ അവേഴ്സ് ഓഫ് മേക്കപ്പ് വേണ്ടാണ് ഞാനൊരു കണ്ണാടിയിലും ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്താലും ആ ഒരു ഇത്രയും അവേഴ്സ് ഓഫ് മേക്കപ്പ് ആൻഡ് ലൈക്ക് ഗ്രൂമിങ്ങിന് ശേഷമാണ് ഫ്രണ്ടിൽ വന്ന് നിങ്ങൾ കാണുന്നത്. സോ നിങ്ങൾ അതുപോലെ അങ്ങ് വിശ്വസിക്കരുത് എന്ന രീതിയിലും ലൈക്ക് സോനം കപൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയല്ല, ചിലരിങ്ങനെ പറയുന്നവരുണ്ട്, അല്ലെ, സ്പീക്കപ്പ് ചെയ്യുന്നവരുണ്ട്, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സെലിബ്രിറ്റീസും ഇല്ല. അതുപോലെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ് സ്ലാഷ് ആരായാലും പ്രോഡക്ട്സ് ലൈക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത കുരുക്കളൊക്കെ വരച്ചുണ്ടാക്കിയിട്ട് ഫോട്ടോ എടുത്ത് കാണുന്നുണ്ട്. ലൈക്ക് ടു ദ പോയിന്റ് നമ്മൾ ആസ് എ ലൈക്ക് കൺസ്യൂമർ അല്ലെങ്കിൽ വ്യൂവർ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കണ്ടാ അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ അവര് തന്നെത്താൻ ഇതെങ്ങനെ സംഭവിച്ചു. സെക്കൻഡ് ഓഫ് ഓൾ ഈ ബ്രാൻഡ് മാർക്കറ്റിംഗ് ടീമാണല്ലോ, PR ടീമാണല്ലോ ഇവരുമായിട്ട് ലൈക്ക് കോൺവെർസേഷൻ ഒക്കെ, അവരിതെങ്ങനെ അപ്രൂവ് ചെയ്തു എന്നിട്ടല്ലേ ഈ സാധനം വെളി വരുള്ളൂ. അതൊക്കെ നല്ലോണം എനിക്ക് മൈൻഡിൽ ഇങ്ങനെ കത്തും. വൈ അവരെങ്ങനെ ഇത് സമ്മതിച്ചു, ലൈക്ക് അവർക്ക് തന്നെ പറയാൻ പറ്റും, കറക്റ്റ് അറിയാൻ പറ്റും. പക്ഷെ ചിലവർക്ക് അത്രയും കൺവിൻസിംഗ് ആയിട്ട് മേക്കപ്പ് ചെയ്ത് മനസ്സിലാവില്ല നമുക്ക്, ലൈക്ക് അവർ ചെയ്യുന്നത് മനസ്സിലാവില്ല. പക്ഷെ ചിലതൊക്കെ അറ്റ് ഫസ്റ്റ് വ്യൂല് മനസ്സിലാവും, ഇത് വരച്ചു വെച്ചില്ലേ ഇതിനെക്കാട്ടി നന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയാം, അങ്ങനെ തോന്നും. റീസെന്റ് ഞാൻ റീസെന്റ് ഞാൻ കണ്ടത് ഉണ്ണി വ്ലോഗ്സിന്റെ ഇതുപോലെ ബ്യൂട്ടി വ്ലോഗേഴ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്, ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. ലൈക്ക് നമുക്ക് പുള്ളി ഇങ്ങനെ ഓരോ സിനാറിയോസും പറഞ്ഞു പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാ, ഇത്രയും ആൾക്കാർ എന്തിനിവരെ ഇങ്ങനെ ട്രസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് കറക്റ്റ് റെസീപ്റ്റ്സ് വെച്ചാണ് പറയുന്നത്. അങ്ങനെ അതാണ് നമുക്ക് പറയാനുള്ള ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർത്ത്. ഒരു രീതി നോക്കുമ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ടു പ്രൊമോട്ട് വരികയാണെങ്കിൽ ആരും നോ പറയത്തില്ല. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മോസ്റ്റ്ലി സെൻ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് നോർത്ത് ഇന്ത്യയിലെ, പ്രൊജക്ത കോഹ്ലി. സോ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർ തന്നെ ഇന്റർവ്യൂവിൽ ലൈക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ലൈക്ക് പോഡ്കാസ്റ്റ്, അതിൽ അവർ പറയുന്നുണ്ട് ലൈക്ക് അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പ്രൊമോട്ട് ചെയ്താലും അവരത് യൂസ് ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ആ ബ്രാൻഡുമായിട്ട് ലൈക്ക് ഇങ്ങനെ കണ്ട ബ്രാൻഡുകളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ആ ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാറില്ല. അവർക്ക് നല്ലൊരു ഫോളോവേഴ്സ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ഇതേപോലെ എല്ലാ ബ്രാൻഡും കൊളാബറേറ്റ് ചെയ്ത് അവർക്ക് ചെയ്യാം. പക്ഷെ ഇവർ ചോസ് നോട്ട് ടു ഡു ദാറ്റ് ബിക്കോസ് അവരുടെ എക്സിസ്റ്റിംഗ്ലി അവർക്ക് ഇഷ്ടപ്പെട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിന് അവരോട് ഉണ്ടാകുന്ന ഒരു ബ്രാൻഡ് ട്രസ്റ്റ്, അവർക്ക് ഉണ്ടാകുന്ന കൊളാബറേഷൻ ലോയൽറ്റി എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. അതേപോലെ തന്നെ അവരുടെ കൺസ്യൂമർ, ഇപ്പം ഞാൻ അവരുടെ ഒരു അവിഡായിട്ടുള്ള ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അവർ വർഷങ്ങളായിട്ട് ഒരേ പ്രോഡക്റ്റാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ മുഖത്ത് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട് പോസിറ്റീവായിട്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും. ആസ് എ വ്യൂവർ ഞാൻ വാങ്ങിക്കും. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ അഗ്രസീവായിട്ട് പല ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബ്രാൻഡ്സിന്റെ ഒക്കെ അവർ ഇന്ന് പോയി എന്ന് പറയുന്നൊരു പ്രോഡക്റ്റിന്റെ വാങ്ങിന്ന് വെച്ചോ, നെക്സ്റ്റ് 2 ആഴ്ച വീണ്ടും വാങ്ങിക്കും. എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം
പേഴ്സണലി ആസ് എ പേഴ്സൺ ഞാൻ ഇത്രയും അഗ്രസീവായിട്ട് പല ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ഇങ്ങനെ കൊളാബറേറ്റ്, അവർ നല്ല മൈൻഡിലായിരിക്കും കൊളാബറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിനായിട്ട് സാധനങ്ങൾ ഞാൻ പേഴ്സണലി വാങ്ങിക്കാറില്ല. ഞാൻ കുറച്ചുകൂടെ സട്ടിലായിട്ട് അഡ്വർടൈസ്മെന്റ് ലൈക്ക് മേ ബി നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോറിയുടെ ഇടയ്ക്ക് ലൈക്ക് ആഡ് വരുമല്ലോ, അതൊക്കെ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അതും സെറ്റിലായിട്ടുള്ള ഭയങ്കര സെറ്റിലായിട്ടുള്ള മറ്റേ നെയിം ബ്രാൻഡ് നെയിം ലൈക്ക് ആക്ടേഴ്സോ അല്ലെങ്കിൽ നെയിം മോഡൽസോ ആയിരിക്കില്ല അതിൽ ലൈക്ക് പ്രൊമോഷനായിട്ട് അവർ ബ്രാൻഡ് ഫേസ് നോക്കി ബ്രാൻഡിന്റെ ഫേസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ലൈക്ക് വെറുതെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി ഗുഡ്. അവർക്ക് അങ്ങനെയുള്ള ബ്രാൻഡ്സിന് അവർക്ക് തന്നെ ബോധമുണ്ട് ലൈക്ക് ദെയർ പ്രൊഡക്റ്റ് ഈസ് സോ നൈസ്. മാർക്കറ്റിംഗ് ആവാം, പക്ഷെ അഗ്രസീവ് മാർക്കറ്റിംഗിന്റെ ആവശ്യമില്ല എന്നൊരു മൈൻഡ് സെറ്റിലുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ആ പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രോഡക്ട്സ് വളരെ നൈസാണ് ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ്. ഞാൻ അതിലുണ്ട് ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുഗന്ധ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. ടുവേർഡ്സ് ദ എക്സ്പെൻസീവ് സൈഡാണ്, ബട്ട് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ റെക്കിളിന്റെ സൺസ്ക്രീൻസ് ഒക്കെ ക്വൈറ്റ് നൈസ്. പിന്നെ ഏതാ ബ്രാൻഡ് ഉള്ളത്? മിനിമലിസ്റ്റ് തുടക്കത്തിലൊക്കെ അവരുടെ ബ്രാൻഡ് ലൈക്ക് എന്താ അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അതെ അവരുടെ പേര് പോലും വളരെ മിനിമലായിരുന്നു. സോ ആ പ്രോഡക്ട്സ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ലൈക്ക് നമുക്കൊരു ബിലീവ് വരും, ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ വരുന്ന പോലത്തെ ഒരു സോഴ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രാജക്ത കോലയുടെ സംഭവം, പുള്ളിക്കാരി പണ്ടേ മേ ബി ചിലപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ പുള്ളിക്കാരി പണ്ടേ പുള്ളിക്കാരി പതുക്കെയാണ് പുള്ളിക്കാരി യൂട്യൂബിൽ ഗ്രോ ആയി വന്നത്. പുള്ളിക്കാരി പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ഇൻസെക്യൂർ ആവാൻ പാടില്ല എന്നൊക്കെ. പിമ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് ലെറ്റ് ഇറ്റ് ബി എന്നാണ്. ഞാനത് ഇതുപോലെ ഏതോ പുള്ളിക്കാരുടെ തന്നെ ഇന്റർവ്യൂ കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡിയാണ് അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് പിമ്പിൾസ് വന്നെന്ന് പറഞ്ഞിട്ട് ഇൻസെക്യൂർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാം നോർമലാണ് അല്ലേ. ഇപ്പം നേരത്തെ ഈ സോന കപൂർ പറഞ്ഞല്ലേ, അപ്പൊ അതുപോലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇങ്ങനെ. അതൊക്കെ നമ്മുടെ മലർ ടീച്ചറിനെ ആലോചിക്കും. അഡ്വർടൈസ്മെന്റിന്റെ ഇതുപോലെ ഫെയർ ആൻഡ് ലവ്ലി അന്നത്തെ സമയത്ത് എനിക്ക് ഒന്ന് ഇവിടെ അത്രയും ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. പുള്ളിക്കാരി ഗ്രോയിങ് ആട്രാക്സ് ആണ്, നല്ലൊരു എമൗണ്ട് അവരും പേ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി ആ ആഡ് എടുത്തിട്ടില്ല. അത് ഭയങ്കര അപ്ലോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അന്ന് അത് അവരെടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫിൽറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാൽ മതിയായിരുന്നു. അതേപോലെ സെയിം വിത്ത് ലൈക്ക് മേക്കപ്പ് അങ്ങനെയല്ല. ലൈക്ക് ഫോർ ആൻ ഇൻസ്റ്റൻസ് നമ്മൾ റീൽസ് നോക്കുമ്പോൾ ചിലവരൊക്കെ എന്ന് പറയുന്നത് ഐ ആം ലീഡിങ് സച്ച് എ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ട്രാവലിംഗ് അബ്രോഡ്, പിന്നെ എന്താ ഹാവിങ് എ ലോട്ട് ഓഫ് വെക്കേഷൻസ്, ബൈയിങ് ബ്രാൻഡ് തിങ്സ്. ഭയങ്കര നമുക്ക് ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമില്ല അങ്ങനെയൊന്നുമല്ലല്ലോ. പക്ഷെ അവരിങ്ങനെയൊക്കെ ഇടുമ്പോൾ നമ്മൾ ആലോചിക്കും നമ്മളും ലൈഫ് ജീവിക്കുന്നുണ്ട്, നമ്മളും ട്രൈ ചെയ്യുന്നുണ്ട്, വി ആർ വർക്കിംഗ് ഹാർഡ് ടുവേർഡ്സ് അവർ ലൈഫ്. പക്ഷേ അവരുടെ ലൈഫിലെ ഗ്രാഫ് എപ്പോഴും മുകളിലാണ്, നമ്മുടെ ലൈഫ് ഗ്രാഫ് മാത്രം എന്താ ഇത്രയും സ്റ്റാഗ്നൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഗ്രോ ആവുന്നത് എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ രണ്ട് ഔട്ട്കം വരാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അത് കണ്ട് ഇൻസ്പയർ ആയി കൂടുതൽ വർക്ക് ചെയ്യാം ടുവേർഡ്സ് ദാറ്റ്, അല്ലെങ്കിൽ ഒന്ന് ഗിൽട്ട് അടിക്കാം. ഗിൽട്ട് ഇൻ ദ സെൻസ് ഞാനും ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷെ ഞാനടുത്ത് എത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കുറച്ചുകൂടെ താഴോട്ടും പോകാം. അപ്പൊ നമ്മള് ലൈക്ക് എത്ര സത്യമാണെന്ന് അറിയില്ല, ഞാനൊരു ലൈക്ക് റീല് പോലെ കണ്ടതാ. ലൈക്ക് ചൈനയിൽ എന്നൊക്കെ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ റോള് നമ്പർ ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അവിടെ ചൈനയിൽ അവർക്കെന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ ക്യാഷ് മീൻസ് അവർ കാണിക്കുന്ന ലൈഫ് സ്റ്റൈൽ അഫോർഡ് ചെയ്യാനുള്ള കാശ് അവരുടെ ഇല്ല. അപ്പോൾ അല്ലേ ദേ ഹാവ് എ ഗ്രൂപ്പ് ചാറ്റ്. അതിലെന്ന് പറഞ്ഞാൽ കുറേ വാണബി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഗ്രോയിങ് ദേ വാണ്ട് ടു ഗ്രോ, അങ്ങനെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോ വാട്ട് ദേ ഡു ഇസ് അവരെല്ലാവരും കൂടെ മണി പൂൾ ചെയ്തൊരു സാധനം വാങ്ങി ഷെയർ ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ അവർ ഇങ്ങനെ ലൈക്ക് അവർ ഒരു ബ്രാൻഡ് ഷൂ വാങ്ങിച്ചു, എന്നിട്ട് അവർ എല്ലാവരും ഷെയർ ചെയ്ത് സെയിം ബ്രാൻഡിൻ്റെ ഷൂ യൂസ് ചെയ്തു. അപ്പോൾ ഇത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ഫുഡ് ഫംഗസ് വന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു വൈ ദീസ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവർക്കും എന്താ ഒരേപോലെ ലൈക്ക് ഒരേ കാല് ആ ടൈപ്പ് ഒരേ കാലം എന്താ എല്ലാവർക്കും ഫുഡ് ഫംഗസ് വന്നത്. അങ്ങനെ അവർ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ ഓൺലൈനിൽ ഒരു പേഴ്സണെ അവർ കാണിക്കാൻ വേണ്ടി അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് വന്ന് കാശിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഇങ്ങനെ ഷെയർ ചെയ്യുക. അതിനിടയിൽ ഹൈജീൻ ഒന്നും നോക്കില്ല, അവർക്ക്
ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻ കേസ് ലൈക്ക് ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കൊളാബറേഷൻ കിട്ടാത്തവരാണെങ്കിലും കൊളാബറേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് വലിയ വലിയ ഹോട്ടൽസിൽ നിന്ന് ഫോട്ടോ എടുത്തിടാറുണ്ട്. ആ സമയത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ചൈനയുടെ കാര്യമാണ്, ഇവിടത്തെ ഉള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്നിട്ട് അവർ സെയിം പൂൾ ചെയ്യുന്നു, ഒരു റൂം ബുക്ക് ചെയ്യുന്നു, എന്നിട്ട് ടൈം സ്ലോട്ട് അലോഡ് ചെയ്തിട്ട് പല ഓരോ സമയത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, എന്നിട്ട് ഇടുകയാണ്. സാധാ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എത്ര നേരം അവിടെ കിടന്നു, എത്ര ദിവസം കിടന്നു, പല ടൈമിൽ അവർ പല ഫോട്ടോസ് എടുക്കും. എന്നിട്ട് പോസ്റ്റ് ചെയ്യുമ്പം സാധാ മനുഷ്യർ ഗെറ്റ് ഫുൾഡ്. അവർ ലൈക്ക് ഓ അവർ ഇങ്ങനെ ലക്ഷറി ലൈഫ് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാർ വിചാരിക്കും നമ്മളൊരിടത്ത് എത്തുന്നില്ല, നമ്മളെ പോലെ ഹംബിൾ ബിഗിനിങ്സിൽ തുടങ്ങിയിട്ട് അവർ ഇതുവരെ എത്തി, അവർക്ക് ഇങ്ങനെ ട്വിറ്റർ പോസ്റ്റ് ഉണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടത് എനിക്കറിയില്ല. ഇങ്ങനെ എനിക്ക് ഏതോ IIT പഠിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ തന്നെ ഇട്ടേക്കുന്ന, ഞാൻ ഇത്രയും പഠിച്ചു, എന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് എനിക്ക് കിട്ടുന്നതിൽ എത്രയോ % ഇരട്ടിയാണ് ഒരു സാധാ ഇൻഫ്ലുവൻസർ ഇവിടെ ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ജോലി അല്ല എന്നല്ല, നല്ല പണിയല്ല എന്നല്ല. ചില ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ആക്ച്വൽ ഡേ ജോബിന്റെ കൂടെ കൊണ്ട് നടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഹാറ്റ്സ് ഓഫ് ആണ്. ലൈക്ക് നല്ല പണിയുണ്ട്, പണി ഇല്ല എന്നല്ല. പക്ഷേ ലൈക്ക് ലൈങ് ടുവേർഡ്സ് യുവർ ഓഡിയൻസ് ഇസ് സംതിങ് ഐ ഡോണ്ട് അക്സെപ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ടു. അതായത് ഇപ്പം നമുക്ക് ഒരാളെ കണ്ടിട്ട് അവരെ പോലെ ഇപ്പം മേ ബി അത് നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല, നമുക്ക് അങ്ങനത്തെ അതാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. ചിലർക്ക് അത് കണ്ടിട്ട് ഗിൽട്ട് ആവാൻ, ചില ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയില്ല അങ്ങനെ തോന്നാം, എത്തണം എന്ന് തോന്നാം. ചിലർക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് വെറുതെ എന്റർടൈൻമെന്റ് വേണ്ടി കണ്ടിട്ടോ സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനെ സിനിമയിൽ ഒരാളാണെന്ന് വിചാരിക്കുന്ന സമയത്ത് അത്രേ ഉള്ളൂ. ചിലവർക്കൊക്കെ പക്ഷെ ചിലവർക്കൊക്കെ തോന്നത്തില്ല, ചിലവർക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ IITയുടെ സ്റ്റഫ് ഒരാള് മേ ബി അയാൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, അയാൾക്ക് ജോലി പോലും കിട്ടിയിട്ടില്ല എന്നല്ലേ. അപ്പൊ അതായത് അയാൾ അത്രയും ഇയർ ഒരു ജോലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാംസിൽ ഒരെണ്ണത്തിൽ അറ്റംപ്റ്റ് ചെയ്ത് അവിടെ പഠിച്ചു വന്നിട്ട് ഒരു ഡിഗ്രി ലൈക്ക് അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോലി കിട്ടാതിരിക്കുമ്പോ അയാൾക്ക് അങ്ങനെ തോന്നി കാണും, എനിക്ക് ജോലി പോലും കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പക്ഷെ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, യൂട്യൂബ് ചോദിക്കാം, പക്ഷെ വാട്ട് ഇസ് ദ അർത്ഥം അല്ലെ, അയാൾ ഇത്രയും പഠിച്ചതിൽ എന്തർത്ഥമാണ്? യൂട്യൂബ് എന്താണെന്നറിയാം, ഒരു ലൈക്ക് ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ അയാള് പഠിപ്പിക്കുകയാണ്, മനസ്സിലായോ? ക്ലാസ് എടുത്ത് യൂട്യൂബ് അതിന്റെയൊക്കെ ലൈക്ക് വെളിയിലത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവർക്ക് ഇവിടെ പഠിപ്പിക്കുന്ന പോലെ എല്ലാം ABC എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കില്ല, നോട്ട്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ സ്പൂൺ ഫീഡ് പോലെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. പക്ഷെ അതുപോലെ ബേസിക് തൊട്ടായിട്ട് നന്നായിട്ട് ലൈക്ക് ഈവൻ കോംപ്ലക്സ് തിങ്സ് വരെ പറഞ്ഞു കൊടുക്കുന്ന കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതേപോലെ ഒരു ജോലിയും അയാൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷെ കംപ്ലൈനിങ് അബൌട്ട് ഇറ്റ് ഇസ് എ ബിറ്റ് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ എന്തും പറയും നമ്മൾ അയാളോട് പോയി നാളെത്താകുമ്പോ യൂട്യൂബ് തുടങ്ങുന്നത് പറയാനും പറ്റില്ല, അതും ഫെയർ അല്ല. പക്ഷെ യു ഷുഡ് കംപ്ലൈൻ. ഒന്ന് കിട്ടില്ലെങ്കിൽ വേറെ ഒരു ഡോറ് തന്നെ തുറന്നേ പറ്റുള്ളൂ, അവിടെ പിടിച്ചോണ്ടിട്ട് കാര്യമില്ല. അതെ, ഇപ്പൊ ഞാൻ ഇതുപോലെ ഇത്രയും പോലും പഠിത്തമില്ലാത്ത എത്രയോ പേര് ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു, നല്ല കാശ് ഉണ്ടാക്കുന്നത്. അപ്പം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഒരു ആളിന്റെ മെന്റാലിറ്റി പോലെ. അതെ, അയാളുടെ കേപ്പബിലിറ്റി അത്രയും ഉണ്ട്, മനസ്സിലായോ? അയാൾക്ക് അത്ര നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയായിരിക്കും, അത്ര നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയായിരിക്കും, നന്നായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് സമ്മപ്പ് ചെയ്തിട്ടാണ് അയാളുടെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ അയാളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള എഫേർട്ട് ഇട്ടപ്പോ അയാൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മള് ഏതിലാണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഞാനിത് മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ജീവിതത്തിന്റെ ഗ്രാഫ് മുകളിലോട്ട് തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക്, ലൈക്ക് എപ്പോഴും ഫസ്റ്റ്, ഞാൻ എല്ലാത്തിനും ഫസ്റ്റ്, ഗോൾഡ്, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക് ചെറിയ സെറ്റ് ബാക്ക് വരെ നല്ല ഹോട്ടാവും. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ എനിക്ക്
ആരാ പറഞ്ഞതെന്ന് അറിയില്ല, ഏതൊരു ലൈക്ക് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. അവിടെ വന്ന ഒരു ട്യൂട്ടർ പറഞ്ഞതാണ് ലൈക്ക് ദിസ് ഹാപ്പൻസ്. ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞാണ് ദിസ് ഹാപ്പൻസ്. കാരണം IIT IIM പഠിച്ചിട്ട് IIT കഴിഞ്ഞോടെ IIM കിട്ടി. IIM പഠിച്ചിട്ട് അയാൾക്ക് ജോലി കിട്ടിയില്ല, കൂടെ പഠിച്ചവർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്തു. അങ്ങനെ എന്തോ ഒരു കാര്യമാണ് ആ ട്യൂട്ടർ നമ്മളന്ന് കോളേജിൽ വന്നപ്പോൾ പറഞ്ഞത്. ടു ദ പോയിന്റ് അവർക്ക് ചെറിയ സെറ്റ്ബാക്സ് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരും ഉണ്ട്. അത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, ബട്ട് അങ്ങനെ മനുഷ്യരും ഉണ്ട്. അല്ല പക്ഷെ മേ ബി എന്താണ് അവരത്രയും അത് മാത്രമല്ല അവര് ഇതിനു മുന്നേ അങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും അറിയില്ല. അത് നമ്മളെ കണ്ടുപിടിക്കണം. ഗ്രാഫ് ഒന്ന് മുകളിലായ പിന്നെ നേരെ ഒരു സ്റ്റെപ്പ് കയറി 10 സ്റ്റെപ്പ് താഴോട്ട്, പിന്നെ ഒന്ന് ആ മുകളില് എത്താൻ വേണ്ടി പെടുന്ന പാട്. പടിപടിയായി ഉയരുമായി. അതെ അതെ അതെ, നമ്മുടെ ആഗ്രഹം ആഗ്രഹം അല്ലേ. അതെ. പിന്നെ പറയാന്ന് വെച്ചാൽ നമ്മളിപ്പം കാണുമ്പോ എല്ലാ റീൽസിലാണേലും ഒക്കെ ഭയങ്കര ഹാപ്പി ഫുൾ ടൈം ലൈക്ക് ഹാപ്പിനെസ് മാത്രമല്ല. കപ്പിൾസ് മറ്റേ ഇത് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കുമ്പോ ഭയങ്കര ലവ്വി ട്രിപ്സ് പോകുന്നു. അപ്പൊ നമ്മൾ കാണുമ്പോ വിചാരിക്കുമ്പോ ഇത് ഫുൾ ടൈം ഹാപ്പിനെസ് ദിസ് നമ്മുടെ ലൈഫ് മാത്രം, ദിസ് ഇസ് ദ ഗോൾ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോ ബ്രേക്കപ്പ് ആയി, ചീറ്റ് ചെയ്ത് മറ്റേ ആൾക്ക് എന്തത് ഇപ്പൊ 2 പിള്ളേരുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ എന്തുവാണ് ഇത്രയും നാൾ നടന്നത്. പിന്നെ കുറെ നമ്മൾ അവിടെ നമ്മൾ സാഡ് ആയിട്ടിരുന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഹാപ്പി സാധനം കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ചീറ്റ് ചെയ്യുന്നല്ല. അതായത് നമ്മുടെ മൂഡ് ഈസ് ആക്ച്വലി വിഷമിച്ചിരിക്കുവാണ് നമ്മള്, പക്ഷെ നമ്മുടെ ഡീഫോൾട്ട് ബ്രെയിനിൽ സ്റ്റോർ ആയിപ്പോയി. ഓക്കെ ഫോൺ എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക. അപ്പൊ അതിപ്പോ നമ്മൾ കാണുന്നത് ഫുൾ നല്ല എന്റർടൈനിങ് അല്ലെങ്കിൽ നല്ല ഹാപ്പിനെസ് തരുന്ന സംഭവങ്ങളായിരിക്കും. അപ്പൊ അത് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഓക്കെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് പിന്നെ ഇതിന്റെ അകത്ത് വീണ് ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ അത് ഫോൺ ഓഫ് ആകുമ്പോഴാണ് റിയാലിറ്റിയിൽ വരുന്നത്. നല്ലതൊക്കെ ആ ഒരു എനിക്കൊന്നു കൂടുതലും ആളുകൾ ഇതിലേക്ക് പോകുന്നത് നമുക്ക് റിയാലിറ്റിയിൽ നിന്നൊരു എസ്കേപ്പ്. അങ്ങനൊരു അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തീർക്കാന്നുള്ളതാണ്. നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് റിയാലിറ്റി അതിൽ വരുന്നതാണ് ഒന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോ നമ്മൾ പറയല്ലേ, നമ്മൾ വിചാരിക്കും മറ്റേ ലൈനൊക്കെ അടിച്ചിങ്ങനെ നടക്കുകയാണെങ്കിൽ മണിരത്നം മൂവി, പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് കേട്ടതനുസരിച്ച് KGF വൈബാണ്. ഷോയിലുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തോ ഇങ്ങനെ റിലേഷൻഷിപ്പ് റിലേറ്റ് ചോദിക്കുമ്പോഴത്തേക്കും പറയും നിങ്ങളാണ് ഇതിനെ ആവശ്യമില്ലാത്ത എക്സ്പെക്ടേഷൻ പോലത്തെ സിനിമകളൊക്കെ നിങ്ങളാണ് ആവശ്യമില്ലാത്ത എക്സ്പെക്ടേഷൻ ഇതിലേക്ക് കൊടുത്തത്. പക്ഷെ സിനിമ വന്നപ്പോ KGF ആയിരുന്നു. K3G അതായത് കബി ഖുഷി കബി ഗം. K3G അല്ല, ഇത് KGF ആണ്. എക്സ്പീരിയൻസ് ലേഡി. അതെ അത് ശരിയാ. മണിരത്നം മൂവീസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് കൊള്ളാം അല്ലേ. പക്ഷെ നമുക്ക് അതും അറിയാം, റിയാലിറ്റി അറിയാവുന്നത് കൊണ്ട് വിൽ തിങ്ക് എന്നുള്ള. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരില്ലാന്നല്ല, ചില കപ്പിൾസ് ഒക്കെ വി ബി ലൈക്ക് മറ്റേ ആരും കണ്ണുവയ്ക്കാതിരിക്കട്ടെ അങ്ങനെ. പക്ഷെ റിലേഷൻഷിപ്പ് മാത്രമല്ല, അല്ലാതെ ലൈക്ക് നോർമൽ ലൈഫ് എടുത്താലും ചില നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഓ ഇത് ഭയങ്കര അടിപൊളിയാണല്ലോ. ലൈക്ക് നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തോടാണ് ഇത് കാണുന്നതെങ്കിൽ എന്താ നമ്മുടെ ലൈഫിൽ മാത്രം എന്താ ഇത്ര സാഡ്നെസ്. പക്ഷെ ഗിൽട്ട് അടിക്കുന്നത് ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം ഫിറ്റ് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവം. ലൈക്ക് ഒരിടയ്ക്ക് അങ്ങനെയുള്ള വീഡിയോ കണ്ടന്റ്സ് ഒരുപാട് കൂടുതൽ, നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് കഴിക്കൂ, അത് കഴിക്കൂ, അത് കഴിക്കൂ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബോഡി പോസിറ്റിവിറ്റി കുറച്ചുകൂടെ ഉണ്ട് എന്നാണ്. ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ ചില ആളുകളുടെ ബോഡി ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ചിലർക്ക് എന്താണ് അവർക്ക് വെയിറ്റ് കട്ട് ഡൗൺ ചെയ്യാനായിരിക്കും, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കും. ചിലവർക്ക് ജനിക്കുമ്പോഴേ വൈഡ് ആയിട്ടുള്ള ലൈക്ക് ബോൺ സ്ട്രക്ചർ വൈഡ് ആയിട്ടുള്ളതായിരിക്കും. അവരിനി എത്ര കമ്മി കിടന്നാലും വൈഡ് ബോൺ സ്ട്രക്ചറേ ആവുള്ളൂ. കഴിഞ്ഞാലും വൈഡ് ബോൺ സ്ട്രക്ചറുള്ള ബോണിനെ അടിച്ച് അല്ലെങ്കിൽ വല്ല സർജറി അടിയിലത്തെ 2 പൊട്ടിച്ച് കളയണം, അല്ലാതെ മാറൂല. അതെ
അല്ലാണ്ട് ഇപ്പൊ മെലിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ അതാണ് ബോൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതിൽ നിന്ന് എത്രയാണ് ഇടയ്ക്ക് വെച്ചൊരു ഇതുണ്ടായിരുന്നു, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു പുള്ളി ഇതുപോലെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും കാർഡിയാക് അറസ്റ്റ് അത് ഒരുപാട് കേസസ് ഇപ്പൊ നടക്കുന്നു. അത് വെയിറ്റ് വെക്കാൻ വേണ്ടി അത് എനിക്ക് അതെ, അതായത് പുള്ളിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കുറച്ചൊന്ന് സൈസ് ആവുക, കുറച്ച് മസിൽ വെക്കാൻ വേണ്ടി അങ്ങനെ. എന്നാ ഞാനാണെങ്കിൽ നമ്മൾ ആവശ്യം ഓക്കെ ബോഡി പോസിറ്റിവിറ്റി വേണം പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. പക്ഷെ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് മറ്റേ 6 പാക്ക് ആപ്സ് വേണം എന്നോ ഭയങ്കര മസിൽസ് വേണം, അങ്ങനെയില്ല. നമ്മൾ ഹെൽത്തി ആണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ മതി. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും എന്താ എത്ര മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്താ എത്ര തടിച്ചിരിക്കണം, ബോഡി ഷേമിങ് ബേസിക്കലി ആ സാധനം. പക്ഷെ നമുക്കത് കേട്ടോ പ്രശ്നം, അവര് പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, വിചാരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ലൈക് കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനെ ചിലപ്പോ കേട്ടിട്ട് എന്ത് ഇത്ര തടി, അതെന്താ ഇങ്ങനെ, എന്താ പൊക്കം ഇല്ല, എന്താ പൊക്കം കുറഞ്ഞു പോയെ, എന്താ മെലിഞ്ഞിട്ടിരിക്കുന്നത്, എന്താ ഇത്ര വണ്ണിച്ചിരിക്കുന്നത്, എല്ലാം ഉണ്ടല്ലോ. കൗണ്ടർ എല്ലാം പറയും. വണ്ണം കൂടിയ കുഴപ്പം, കുറഞ്ഞ കുഴപ്പം, പൊക്കം കൂടിയ കുഴപ്പം. മര്യാദക്കുള്ള സൈസ് ആണെന്ന് വെച്ചോ, മര്യാദക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ പറയും വണ്ണം ഉണ്ടോ ഇല്ല, പക്ഷെ മെലിഞ്ഞിട്ടാണോ അല്ല, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ഒരു ടോക്ക് വീട്ടിലൊന്നും കഴിക്കാൻ തരുന്നില്ല, അതല്ല വീട്ടിലുള്ളതെല്ലാം നീ തന്നെയാണോ എല്ലാം ഉണ്ടല്ലോ. അതെ, അല്ല പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു ഏജ് കുഞ്ഞായിരിക്കും നമ്മൾ വിചാരിക്കും ഇതൊരു പ്രശ്നമാണോ എന്ന് വിചാരിച്ചാൽ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് റിയലൈസേഷൻ ഉണ്ടാവും. ഇറ്റ് ഇസ് ഓക്കെ. നമ്മളിപ്പോ നമ്മുടെ സ്കിന്നിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഡിസ്മോർഫിയ വരും ആൾക്കാർക്ക്. ടു ആൻ എക്സ്റ്റെന്റ് റീലിലൊക്കെ വരുന്ന ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് ലൈക്ക് കാർഡാഷ്യൻ ഫാമിലീസ് ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു ഫോട്ടോ പോസ്റ്റിന് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, അവരുടെ ബോഡി പെർഫെക്റ്റ് ആണ്. പക്ഷെ ഒരു ഫോട്ടോ, ഒരു റീലോ, ഒരു വ്യൂ എന്തിട്ടാലും അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ ഭാഗത്തു നിന്നും എന്തിട്ടാലും അവർ എഡിറ്റ് ചെയ്ത് ബോഡി ഇല്ലാത്ത അൺനാച്ചുറൽ പോലെ ആക്കിയിട്ട് അത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യും അവരവരെ തന്നെ. പക്ഷെ അവര് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്നുണ്ട്, അവര് അതും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ എക്സസൈസും ചെയ്യണം, അവരതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ഉള്ളത് കാണിക്കാലോ. പക്ഷേ മറ്റേ അല്ല, പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ അവർക്ക് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. മാറാം പക്ഷെ അതല്ല, മാറിയതിന് ശേഷം ഇപ്പോ മോൾസ് ആണെന്ന് വെച്ചു, മോൾസിന്റെ ഫോട്ടോ ഇപ്പൊ കുറെ സർജറി ചെയ്തു മാറി, മോൾസിന്റെ ഈ ഫോട്ടോ എടുത്തിടല്ല ചെയ്യുന്നത്, ആ ഫോട്ടോ അതിലും എഡിറ്റ് ചെയ്താണ് ഇടുന്നത്. എന്ന് പറയുമ്പോൾ അവര് മീൻസ് ദേ ആർ കംഫർട്ടബിൾ ഇൻ ദേ സ്കിൻ, അതുകൊണ്ടാണ് ഇത് ചെയ്ത് അവരെങ്ങനെ ആയത്. എന്നിട്ട് അതിനെയും അവർ അൺറിയലിസ്റ്റിക്കലി കാണിച്ചാണ് ഇടുന്നത്. അപ്പോ ഒരു സാധാ ഹ്യൂമൻ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്, വാട്ട് ആം ഐ ഡൂയിങ് എന്നൊരു തോട്ട് വരും. നടക്കാത്ത കാര്യം എവിടെ. അതാണ് മേ ബി എന്താണ്. പക്ഷെ അതിനു വേണ്ടി അവസാനം സ്റ്റാവ് ചെയ്ത് അനരക്ഷ വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. ലൈക് നമ്മളെ മാത്രം പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കി ആണോ നല്ല ഭംഗി, അടുത്തെവിടെ നോക്കട്ടെ, അതന്നെ അടുത്ത ഫോട്ടോ നോക്കട്ടെ. പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ല. ചിലവർ വിചാരിക്കും ഓ മൈ ഗോഡ് ഇതാണ് അപ്പൊ ആക്ച്വൽ ഐഡിയൽ ബോഡി. ഓർ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്കായിരിക്കും കൂടുതൽ പ്രശ്നം. നമ്മൾ കോമൺ പീപ്പിൾ ആണ്, നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഇൻഡസ്ട്രിയിൽ ഉള്ളവരുണ്ടല്ലോ വീണ്ടും എഡിറ്റ് ചെയ്ത് എല്ലാരും എഡിറ്റിംഗ് ആണല്ലോ. ആരും റോ പിക്ചേഴ്സ് ഇപ്പൊ ഇടാറില്ല. റോ പിക്ചേഴ്സ് ഇടുന്നെങ്കിലും പപ്പരാസ് എടുത്തിടുന്നത് വിക്കിപീഡിയ അങ്ങനെയൊക്കെ പോവുള്ളൂ, ഏതെങ്കിലും ന്യൂസ് ആർട്ടിക്കിൾസ്. പക്ഷെ ആൾക്കാരൊന്നും അതൊക്കെ വായിക്കുന്നത് ഇപ്പൊ കുറവാണ്. എല്ലാരും നോക്കുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് ആൻഡ് വാട്ട് നോട്ട്. അപ്പൊ അതിൽ വരുമ്പോ പോസ്റ്റ് ഒക്കെ നോക്കുമ്പോ പെർഫെക്റ്റ് ബോഡി വിച്ച് ഇസ് അൺനാച്ചുറൽ, പക്ഷെ അങ്ങനെ അച്ചീവ് ചെയ്യുന്ന മനുഷ്യരും ഉണ്ട് എന്നൊരു മൈൻഡ് ബാക്കിൽ വരും. പക്ഷെ അതല്ല റിയാലിറ്റി ഗൈസ്, അത് റിയാലിറ്റി അല്ല, ഫുൾ എഡിറ്റിംഗ് ആണ്. പക്ഷെ എഡിറ്റിംഗ് ഇസ് സോ സ്മൂത്ത്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ആണോ എഡിറ്റിംഗ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എല്ലാം റിയൽ ആണെന്ന് വിശ്വസിക്കാതിരിക്കുക. അതിന്റെ പുറകിൽ അവരുടെ കുറെ എഫേർട്സ് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. മീൻസ് അവരുടെ കഴിവാണ് കേട്ടോ, അവരുടെ കഴിവാണ് സത്യം പറഞ്ഞ. പക്ഷെ ആസ് ആൻ ഓഡിയൻസ്, ആസ് എ വ്യൂവർ നമ്മൾ ചതിക്കാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം പറ്റിയാലും നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മൾ ആരാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ലൈക്ക് എല്ലാ പ്രോഡക്ട്സും ഇപ്പോ ഞാനാണ് അഡ്വർടൈസ് ചെയ്യുന്ന വെച്ചോ, എനിക്ക് ചേരുന്ന പ്രോഡക്ട്സ് മോൾസിന് ചേരണമെന്നില്ല. അല്ല, എല്ലാത്തിന്റെ അടിയിൽ ഒരു സ്റ്റാർ കാണും, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ അഡ്വർടൈസ്മെന്റിൽ അവര് അത്ര പോപ്പുലൈസ് ചെയ്ത് കാണിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റീൽസ് റിയാലിറ്റിയെ കുറിച്ചായിരുന്നു. ഇതായിരുന്നു കുറച്ചുകൂടെ നമ്മൾ എന്നത്തെക്കാളും കുറച്ചുകൂടെ ഷോർട്ട് ടോപ്പിക് ആയിരിക്കും. ലൈക്ക് പക്ഷെ നമുക്ക് മൂന്നുപേർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫ് ക്യാമറ ചർച്ച ചെയ്തിട്ടുള്ളതും കൂടെയാണ്. അത് അതുകൊണ്ട് ചിലപ്പോ കുറച്ച് പോയിന്റ്സ് ഇതില് വന്ന് കാണില്ല. നമ്മള് പറഞ്ഞോ ഇല്ലേ എന്നുള്ളൊരു സംശയം വരും. നേരത്തെ പറഞ്ഞതാണോ ഇതിന്റെ അടുത്ത് പറഞ്ഞതാണോ എന്നുള്ളൊരു സംശയം കാണും. അപ്പൊ ഇനി നിങ്ങൾ കാണുന്ന നമ്മുടെ അടുത്ത എപ്പിസോഡ് ഒരു വെറൈറ്റി ഓണം കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നത്. അതന്നെ എല്ലാരെയും പോലെ ഒരു ഓണം എപ്പിസോഡ് ഇല്ലാതെ ഫ്രം കേരള. അപ്പൊ അങ്ങനെയാണ് ഇന്നത് ഇവിടെ. അതെ, ഇന്ന് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുപോയതോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആണ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചും കൊടുത്ത് ഞങ്ങൾ കുറച്ച് പുഷ് തരാം. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിന്റെ ലിങ്ക് ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിലും കയറി ചെക്ക്ഔട്ട് ചെയ്യുക ഗൈസ്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഓണം എപ്പിസോഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്നു എന്നും കൂടെ കമന്റിൽ വെയിറ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട്. അല്ല, എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു എക്സൈറ്റിംഗ് കണ്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നവരെ ബൈ.